പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് KineMaster ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുവരെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ ഫസ്റ്റ് തൊട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. യൂട്യൂബ് തുടങ്ങുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുന്നവരൊക്കെ ആണെങ്കിലും ഈ ഒരു KineMaster ഉപയോഗിച്ചിട്ട് നല്ല പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം അറിയേണ്ടതെന്ന് പറയുന്നത് അതിലുള്ള ടൂൾസാണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ മൈൻഡ് ഉപയോഗിച്ചിട്ട് എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓരോരു സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു KineMasterനെ കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണ് KineMaster ഉപയോഗിച്ചൊരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് അടക്കാം. KineMaster ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു വിൻഡോ ആയിട്ടാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതായത് പ്ലസ് സിമ്പിൾ കാണാം. നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു രീതി ആയിരിക്കും. പിന്നെ കാണിക്കുന്നത് യൂട്യൂബിലാണോ അതുപോലെ തന്നെ എവിടെയാണോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പലരും യൂട്യൂബിന് വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആണെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മൂവിയുടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഷേപ്പ്, അതായത് റഷ്യയിൽ വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യൂട്യൂബിലേക്കാണെങ്കിൽ 16:9 ആണ് ഉപയോഗിക്കുന്നത്, അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ആദ്യം തന്നെ ബാക്കിയുള്ള ഇതൊക്കെ സിമ്പിൾസൊക്കെ മങ്ങിപ്പോയെന്ന് പറയുന്നത് നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മീഡിയ സെലക്ട് ചെയ്യുക. നിങ്ങൾ അതിന് ശേഷം നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഗാലറിയിൽ നിങ്ങൾക്ക് വീഡിയോസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈ ഒരു വീഡിയോസ് സെലക്ട് ചെയ്തു, ഒരു 4 വീഡിയോസ് സെലക്ട് ചെയ്തു. നിങ്ങൾ പലരും അതിൽ മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, പലരും ഇതുപോലെ വീഡിയോ എടുക്കുന്നുണ്ടാവും ഫോണിൽ. ഇതുപോലെ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂം ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ വീഡിയോ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, 2 സൈഡ് ബ്ലാക്ക് ആയിട്ടാണ് ഉണ്ടാവുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, പെൻ സൂം എന്നുള്ളത്, അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ സൂം ചെയ്ത് കൊടുക്കാം. ഇപ്പം ഫുൾ സ്ക്രീനായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇതുപോലെ സൂമിങ് കൊടുത്താൽ പെൻ സൂം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ സൂമിങ് കൊടുക്കുക. ആ ഒരു പ്രശ്നം കുറഞ്ഞു കിട്ടും. ഇനിയെന്ന് പറയുന്നത് അത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ സൂമിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ യൂട്യൂബിലേക്ക് വീഡിയോ ഇടുന്നവരാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു എഫക്റ്റ് മാറുന്ന സ്ഥലത്ത് ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം KineMaster ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതെന്ന് പറയുന്നത് ഈ 2 വീഡിയോസും തമ്മിൽ മാറുമ്പോഴുള്ള എഫക്റ്റുകളാണ്. അവിടെ ഒരു പെട്ടെന്ന് മാറുന്നതിന് പകരം അവിടെ ഒരു എഫക്റ്റ് കൊടുത്ത് മാറ്റാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾക്ക് ട്രാവൽ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു രീതിയിൽ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ 3D മോഡലാണെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എവിടെയാണ് ആ മാറ്റം കാണുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അവിടെ മറ്റേ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇതുപോലെ അങ്ങ് മാറിപ്പോകും, അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റൊരു ക്ലിപ്പിലേക്ക് പോകുന്ന പോലെ തന്നെ തോന്നിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് സ്ലോ ആയി പിന്നെയും സ്പീഡ് കൂടുന്നത് അതുപോലെ നിങ്ങൾ കാണുന്നുണ്ടാവും. മെയിനായിട്ട് അത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ യൂട്യൂബിൽ ചില സ്ഥലത്തൊക്കെ കാണിക്കാൻ പറ്റും ബോർഡൊക്കെ. അതായത് പോകുന്ന സ്ഥലത്ത് നിങ്ങളൊരു സ്ഥലത്തിൻ്റെ ബോർഡൊക്കെ കാണുവാണെങ്കിൽ ആ ഒരു ബോർഡ് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് സ്ലോ ആയിട്ട് കാണിക്കണമെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന സ്പിറ്റ് കൊടുക്കുക. അതിനുശേഷം മൂന്നാമത് കാണുന്ന സ്പിറ്റ് പ്ലേഡ് കൊടുക്കുക. എവിടെയാണോ ഈ ഒരു വാഹനമാണ് നമുക്ക് കാണിക്കേണ്ടതെങ്കിൽ അവിടെ വരെ സ്പിറ്റ് കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ഭാഗം ഈ ഒരു ചെറിയൊരു ഭാഗമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ആ ഒരു കട്ട് ചെയ്ത് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇവിടെ സ്ലോ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടാണ് നമുക്ക് സ്ലോ ആയിട്ട് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു പാർട്ടായിട്ട് മാറ്റുകയാണ് അത് നമ്മളിപ്പോൾ സ്പീഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. സ്ലോ ആണോ അതുപോലെ തന്നെ സ്പീഡാണോ വേണ്ടതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
കുറച്ച് സ്പീഡ് കൂട്ടി സ്ലോ ആക്കുവാണ് അവിടെ വീഡിയോ. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം മാറ്റം കാണണമെങ്കിൽ. അവിടെ ഒന്ന് സ്ലോ ആയത് നിങ്ങൾക്ക് കാണാം, പിന്നെയും നോർമലായിട്ട് വരുന്നത്. അതാണ് ഈ ഒരു സ്പീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് മെയിനായിട്ട് ഗ്രാഫിക്സ് ആണ്, അതായത് കളർ ഗ്രേഡിങ് ചെയ്യുന്നതാണ്. കളർ ഗ്രേഡിങ് വീഡിയോയിൽ വളരെ ഒരു കാര്യമാണ്. ഇപ്പം വരുന്ന എല്ലാ വീഡിയോസും അധികതും കളർ ഗ്രേഡിങ് ചെയ്തതായിരിക്കും. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൊക്കെ ഈ ഒരു കളർ ഗ്രേഡിങ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വീഡിയോസും ഒരേ രീതിയിലായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് ക്ലിപ്പുകളുണ്ടാവും, അതിൽ ചിലത് ബ്രൈറ്റ് ആയിട്ടുള്ളതുണ്ടാവും, ബ്രൈറ്റ്ന് കുറഞ്ഞതുണ്ടാവും. അങ്ങനെ ബ്രൈറ്റ്ന് കുറഞ്ഞതും കൂടിയതൊക്കെ ഒരേ കളർ കൊടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അതിന് ഫിൽറ്റർ എടുക്കുക, അതിൽ ബേസിക്സ് അതുപോലെ തന്നെ ഒരു മോഡൽ ഉണ്ടാവും, അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് ഓവറായിട്ട് കളർ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടുന്ന് കുറച്ച് കൊടുക്കാവുന്നതാണ്. ചിലത് കുറച്ച് ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് കണ്ടില്ല, കുറച്ചുകൂടെ ഗ്രെയിനായിട്ട് നല്ല രീതിയിൽ ഉള്ള ഒരു എഫക്റ്റ് കിട്ടിയത് ആ ഒരു രീതിയിലാക്കി മാറ്റാൻ പറ്റും. ഒരു നല്ല കൂളിംഗ് തോന്നുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്തതെങ്കിൽ ആ ഒരു രീതിയിൽ വളരെ ഒരു കൂളിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. കൂൾഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ഓരോരോ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ ഗ്രേഡിങ്. നിങ്ങൾ ഇടുക്കിയിലൊക്കെ വെച്ച് മൂവി ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ കാര്യം. നമ്മൾ ഇഷ്ടമുള്ള ഒരു കളർ ഗ്രേഡിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ വീഡിയോസും നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഒറ്റ വീഡിയോസ് മാത്രമാണ് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് കൂടുതലാക്കാനും കുറക്കാനൊക്കെ ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാം, കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ളൊരു സിമ്പല്. പിന്നെന്ന് പറയുന്നത് ഇതിൽ അടുത്തത് വോയിസ് ആണ്. നിങ്ങൾ ഒരു കാര്യങ്ങൾ വിട്ടുപോയി പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ സംസാരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പോവുക, റെക്കോർഡ് കൊടുക്കുക. അവിടെ സ്റ്റാർട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ എവിടെയാണ് വേണ്ടതെന്നുള്ളത് അവിടെ ഒരു അടിച്ചതിന് ശേഷം സ്റ്റോപ്പ് കൊടുക്കുക. പിന്നെ എവിടെയാണ് വേണ്ടതെന്നുള്ളത് അവിടെ മാറ്റിയിട്ട് പിന്നെ സ്റ്റാർട്ട് കൊടുക്കുക, അവിടെ വോയിസ് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞാലും വോയിസ് ഓവർ എന്നാണ് പറയുക, അത് കൊടുക്കാൻ പറ്റും ഈ ഒരു ഓപ്ഷനും കൊണ്ട്. REC എന്നുണ്ട്, റെക്കോർഡ് എന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിൽ മ്യൂസിക്, SFX അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കാണിക്കും. ഇതിൽ മ്യൂസിക് ഇല്ലാത്തത് കൊണ്ടാണ് അത് കാണിച്ചു തരാത്തത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിൻ്റെ അടിയിൽ വന്ന് നിൽക്കും. അതുപോലെ കൊടുത്താൽ മതി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട്. പിന്നെ എന്ന് പറയുന്നത് ലെയറാണ്. ലെയർ കൊടുത്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റ്, അതായത് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും സ്ക്രീനിൽ എഴുതി കാണിക്കണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കുക. അവിടെ എന്തെങ്കിലും ഇപ്പം വ്ലോഗ് എന്ന് കൊടുത്ത് ഇവിടെ ഇതുപോലെ സൂം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരുപാട് ഫോണ്ട് ഇവിടെ അവൈലബിൾ ആണ്. ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ അതിനൊരു എഫക്റ്റ് കൊടുക്കുകയാണ്. ഈ ഒരു എഫക്റ്റ് കൊടുത്തു. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കളർ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യാനുള്ളതുണ്ട്, ഷാഡോ കൊടുക്കാനുള്ളതുണ്ട്. ഷാഡോ ഇതുപോലെ കൊടുക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ടെക്സ്റ്റ് ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റും. ഓവർ അനിമേഷനൊക്കെ കൊടുത്താൽ ഇതുപോലെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, എന്താണോ നിങ്ങളുടെ വീഡിയോയുടെ കാര്യങ്ങൾ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് ഇതിൽ സ്റ്റിക്കറാണ്. പല സ്റ്റിക്കറുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റിക്കറൊക്കെ ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. അതായത് ബർത്ത്ഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇവിടുന്ന് സ്റ്റിക്കർ എടുത്ത് അവിടെ വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് ലെയേഴ്സ് കാണിക്കുന്ന എഫക്റ്റാണ്. ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന, അതായത് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്ന അവിടെ വരുന്ന എഫക്റ്റാണ്. അവിടെ ഒരു ബ്ലർ ആയതുപോലെ കാണാം. അതായത് ടെക്സ്റ്റ് വരുമ്പോൾ അവിടെ ഒരു ബ്ലർ ആയതുപോലെ ഈ ഒരു രീതിയിൽ കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഫക്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ടെക്സ്റ്റിൽ മാത്രമല്ല ഇവിടെ എല്ലാവിടെയും കൊടുക്കാൻ പറ്റും.
വീഡിയോ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആ നേരത്തെ കാണിച്ചിരിക്കുന്ന സ്പിറ്റ് പ്ലേ ഹെഡ് എന്നുള്ളത് അത് കൊടുത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം വേണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക, ഈ ഒരു ഭാഗം വരെ വേണ്ടെങ്കിൽ അവിടെയും സ്പിറ്റ് ഹെഡ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ സെലക്ട് ആവും. ഈ ഒരു ഇടത് സൈഡിൽ കാണുന്ന ഡിലീറ്റ് ബട്ടൺ കാണാം, അവിടെ കൊടുത്താൽ ആ ഒരു ഭാഗം ഡിലീറ്റായി. അത്രയും സിമ്പിളായിട്ട് വീഡിയോ കട്ട് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. വീഡിയോയുടെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ വീഡിയോസും ഒരേ രീതിയിലാക്കി മാറ്റാൻ പറ്റും ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ട്. പിന്നെ എന്ന് പറയുന്നത് ഓഡിയോയുടെ വോയിസ് ചേഞ്ചറാണ്. വോയിസ് ചേഞ്ചർ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, കാരണം ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള സൗണ്ടുകളാണ് വരിക, വാഹനത്തിൻ്റെ ഒക്കെ സൗണ്ടാണ് വരിക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ചില തെറ്റിപ്പോവുക കാര്യങ്ങളൊക്കെ വന്നാൽ ഇതിൽ എഫക്റ്റ് മാറ്റി നിങ്ങൾ കാണുന്നുണ്ടാവും, ചിലർ സ്ലോ ആയിട്ട് സംസാരിക്കുന്നതൊക്കെ. അതൊക്കെ ഈ ഒരു വോയിസ് ചേഞ്ചർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഓഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ആ വോളിയം ഇൻവോൾവ് കൊടുത്തതിന് ശേഷം നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കൊടുക്കാനും പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടുതലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീഡിയോയുടെ സൗണ്ട് കുറച്ച് കുറവാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു സൈഡിൽ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു KineMasterൽ പറയാനുള്ളത്. ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നവർക്ക് വളരെ ലൈറ്റായിട്ട് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു KineMasterൽ അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ പ്രോ വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. പ്രോ വെർഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാവുക. നിങ്ങളൊരു ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ ഈ ഒരു KineMasterനും അതുപോലെ തന്നെ ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ iMovie ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് KineMaster തന്നെയാണ്. നല്ലൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോസ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.